നമ്മുടെ നാട്ടിലെ പുതിയ രാഷ്ട്രീയ കമാൻഡോകൾ വീണ്ടും കളത്തിലിറങ്ങാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ ക്രമസമാധാനം തകർക്കാനും എങ്ങനെയെങ്കിലും നാലാളറിഞ്ഞ് ഒന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും റീൽസ് ഒപ്പിയെടുക്കാനും കാത്തിരിക്കുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലെ മഹാനായ നേതാവ് അഭിജിത് ദീപ്കെ ഇതാ ജന്തർ മന്തർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ട്രൂപ്പിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഇറങ്ങിയതുകൊണ്ടാണോ എന്തോ ഇവരുടെ ഈ കോമാളി നാടകങ്ങളും ഡ്രാമകളുമൊക്കെ കണ്ടുമടുത്ത് ഇപ്പോൾ ജനങ്ങൾക്ക് പുച്ഛം മാത്രമാണ് ബാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മറവിൽ ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും ക്യാമറ സ്റ്റാൻഡുകൾ വെച്ച് നടത്തുന്ന കള്ളക്കണ്ണീരുകളും ജനം എപ്പോഴേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ രാജ്യത്തിനായി കണ്ണീർ പൊഴിക്കുന്നവരും സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കോപ്പുകൂട്ടി ഇറങ്ങിയവരും ആരൊക്കെയാണെന്ന് ഇപ്പോൾ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഇതിൻ്റെ അവസാനം ഇവർ തന്നെ തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ കൈകൊണ്ടായിരിക്കും പണി കിട്ടുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അന്ന് ജന്തർ മന്തറിൽ ഇവർ നടത്തിയ ആ വലിയ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഇതൊരു വലിയ ഭീഷണിയാകുമെന്ന് കേന്ദ്ര സർക്കാരും രഹസ്യാന്വേഷണ ഏജൻസികളും ശക്തമായ റിപ്പോർട്ട് നൽകിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒടുവിൽ താൻ കാരണം രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് പറഞ്ഞ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനം രാജിവെച്ച് നരേന്ദ്രമോദിക്ക് കത്ത് കൈമാറുന്ന ചരിത്രപരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആ സമരത്തിന്റെ മറവിലിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തനിനിറം അധികം വൈകാതെ തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് അഴിഞ്ഞു വീണു. ജാർഖണ്ഡിൽ അവിടുത്തെ PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയൊരു വിദ്യാർത്ഥി സമരം നടക്കുകയാണ്. സ്വാഭാവികമായും വലിയ വിപ്ലവകാരികളാണെന്ന് നടിക്കുന്ന ഈ CJP നേതാക്കൾ എന്ത് ചെയ്യണം? അവിടേക്ക് ഓടിച്ചെല്ലണം അല്ലേ? അങ്ങനെയാണ് എല്ലാവരും കരുതിയത്. അവിടുത്തെ വിദ്യാർത്ഥികളാകട്ടെ അഭിജിത് ഭയ്യ ഒന്ന് വന്ന് ഞങ്ങളെ നയിക്കൂ, സർക്കാരിനെതിരെ ശബ്ദമുയർത്തൂ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ വിപ്ലവ സൂര്യൻ കൊടുത്ത മറുപടി കേട്ടാൽ ആരും ചിരിച്ചു പോകും. പറ്റില്ല, എനിക്ക് ജാർഖണ്ഡിലേക്ക് വരാൻ ഒട്ടും പറ്റില്ല, കാരണം എനിക്ക് കട്ട ടൈഫോയിഡാണ്. ഇത് പറഞ്ഞ് തലയൂരി മുങ്ങുകയായിരുന്നു കക്ഷി. ഇനി ഇതിലും വലിയ തമാശ എന്താണെന്നോ? ടൈഫോയിഡ് പിടിപെട്ട് കിടപ്പിലാണ്, അനങ്ങാൻ പോലും വയ്യ എന്ന് കരഞ്ഞു പറഞ്ഞ അതേ മഹാൻ തന്നെ വെറും 2 ദിവസത്തിനകം പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്നോ? ഒരു കിഡിലൻ 5 സ്റ്റാർ ഹോട്ടലിൽ. നല്ല മദ്യവും അടിപൊളി പാനീയങ്ങളും ഒക്കെയായി സുഹൃത്തുക്കൾ ചേർന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന മാസ് വീഡിയോയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സംഗതി വേറെയൊന്നുമല്ല, ജാർഖണ്ഡിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെന്ന് അവിടെയുള്ള സർക്കാരിനെതിരെ സമരം ചെയ്താൽ പിന്നെ യജമാനന്മാരുടെ വക അടി കിട്ടും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പ്രതിഷേധവുമായി ചെല്ലാൻ ഈ വിപ്ലവകാരികൾക്ക് വലിയ പേടിയാണ്. അങ്ങനെ പാർട്ടിയുടെ തനിനിറവും കാപഢ്യവും ജനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഇപ്പോൾ ഇതാ ആദ്യ സീസണിന്റെ നാണം കെട്ട തോൽവിക്ക് ശേഷം ജന്തർ മന്തറിൽ 2ാം ഭാഗവുമായി വീണ്ടും ഇറങ്ങാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം ദീപ്കെ. ഡൽഹിയിലെ നരേനയിൽ CJP പ്രവർത്തകരുടെ ഒരു യോഗം നടത്താൻ അവസാന നിമിഷം പ്ലാൻ ഇട്ടെങ്കിലും അതങ്ങ് പൊളിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇനി നേരെ ജന്തർ മന്തറിൽ ചെന്ന് വീണ്ടും സമരം നടത്താനാണ് തൻ്റെ തീരുമാനമെന്ന് കക്ഷി ഇപ്പോൾ വീമ്പ് പറയുന്നത്. BJPയുടെ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും മൂലമാണ് ബാങ്ക്വറ്റ് ഹാൾ ഉടമ തങ്ങളുടെ ബുക്കിംഗ് അവസാന നിമിഷം റദ്ദാക്കിയത് എന്നാണ് ദീപ്കയുടെ ഇപ്പോഴത്തെ പുതിയ കരച്ചിൽ. അടുത്ത ഘട്ട സമരം എപ്പോഴാണ് ആരംഭിക്കുക എന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ ആരാധകർ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടത്രേ. ജന്തർ മന്തർ സീസൺ 2 എപ്പോൾ തുടങ്ങുമെന്ന ചോദ്യങ്ങൾക്ക് അത് വളരെ വേഗം തന്നെ ഉണ്ടാകുമെന്നാണ് കക്ഷി കൊടുത്ത മാസ് മറുപടി. പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിനായി ഹാൾ നേരത്തെ തന്നെ പണം കൊടുത്ത് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഭാരവാഹികൾ അവിടെ എത്തിയപ്പോൾ ഗേറ്റ് പോലും തുറന്നു കൊടുത്തില്ലത്രേ. ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും കടുത്ത സമ്മർദ്ദമുള്ളതിനാൽ യോഗം നടത്താൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് സംഘാടകർ കൈമലർത്തുകയായിരുന്നുവെന്ന് ദീപ്കെ ആക്ഷേപിക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ ഈ CJP പാർട്ടിക്കാർക്ക് യോഗം ചേരാൻ ഒരു കുഴി പോലും ആരും വെട്ടിക്കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. പ്രദേശത്തെ മറ്റ് വേദികളും ഓഡിറ്റോറിയങ്ങളും സമാനമായ കാരണങ്ങൾ പറഞ്ഞ് ഇവരെ പടിക്ക് പുറത്ത് നിർത്തുകയാണ്. ഡൽഹിയിലെ ഏതൊരു ഹാളുകളുടെയോ ഓഡിറ്റോറിയങ്ങളുടെയോ ഉടമകളും ഇപ്പോൾ ഈ പാറ്റ പ്രവർത്തകരെ തങ്ങളുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാൻ തയ്യാറല്ല.
അവരുടെ തനി നിറവും നാടകങ്ങളും നാട്ടുകാർ തിരിച്ചറിഞ്ഞതോടുകൂടി ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി മാറി. ഒടുവിൽ ഏറെ കഷ്ടപ്പെട്ട് ഒരു വേദിയുടെ ഉടമയുമായി കാര്യങ്ങൾ ഉറപ്പിച്ചെങ്കിലും പരിപാടിയുടെ അന്ന് രാവിലെ കടുത്ത ഭീഷണി സന്ദേശമാണ് ഹാൾ ഉടമയ്ക്ക് ലഭിച്ചതെന്നാണ് ദീപ്കയുടെ പുതിയ ആരോപണം. CJPയുടെ യോഗം നടത്താൻ അനുവദിച്ചാൽ ഹാൾ ഉടമകളെ തലകീഴായി കെട്ടിത്തൂക്കുമെന്നൊക്കെയാണത്രേ ഭീഷണിപ്പെടുത്തിയത്. എന്തൊരു സിനിമാ സ്റ്റൈൽ ഡയലോഗുകളാണ് ഇവരുടേത്. ഈ വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ ഗ്രാമങ്ങളിലെ സ്കൂളുകൾക്കായി പുതിയൊരു ക്യാമ്പയിന് CJP തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്നൊരു തള്ളുകൂടി കക്ഷി വോയിസിലൂടെ ഇറക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളുകളിൽ പോയി അവിടുത്തെ ടോയ്ലറ്റ്, ഉച്ചഭക്ഷണം, ശുദ്ധജലം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് ക്യാമറയിൽ പകർത്തി പങ്കുവയ്ക്കണമെന്നുമാണ് ദീപ്കയുടെ പുതിയ ആഹ്വാനം. ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ സ്കൂളിലേക്ക് റോഡ് വേണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ നടത്തിയ സമരത്തിന് CJP പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കുട്ടികളെ കണ്ട് അഭിനന്ദിച്ച ദീപ്കെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകളിൽ ദശാബ്ദങ്ങൾക്ക് മുന്നേ ഉറപ്പാക്കേണ്ടതായിരുന്നു എന്ന് വലിയ ജ്ഞാനിയെ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. രാജ്യത്തെ യുവാക്കളെ BJP കണ്ട് ഭയപ്പെടുന്നുണ്ട് എന്നൊരു പഴയ പല്ലവിയും കക്ഷി പാടുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലെ ഹാളുകൾ കിട്ടാതെ കരയുന്ന ഈ പുതിയ ഡ്രാമ കമ്പനി ജന്തർ മന്ദറിൽ ചെന്ന് ഇനി എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഇത്തരം വില കുറഞ്ഞ നാടകങ്ങളുമായി ഇറങ്ങുന്നവർക്ക് രാജ്യത്ത് യാതൊരു സ്ഥാനവുമില്ലെന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കണം. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം കോമാളിത്തരങ്ങൾ സ്വന്തം പാർട്ടിയുടെ പെട്ടിപേറുന്ന വിരലിലുണ്ടാവുന്ന കുറച്ചുപേരെ സന്തോഷിപ്പിച്ചേക്കാം. പക്ഷേ രാജ്യത്തെ വിവരമുള്ള യുവജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളും ഇവരുടെ ഈ കാപട്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എവിടെയെങ്കിലും ഒരു സമരം കത്തിയാൽ അവിടെ ചെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ ഏക തൊഴിൽ. യഥാർത്ഥ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും വ്യൂസും കിട്ടാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുന്ന ഈ വിപ്ലവകാരികളുടെ മുഖം മൂടി അഴിഞ്ഞു വീണു കഴിഞ്ഞു. ഇനി എന്ത് നാടകവുമായി ഇറങ്ങിയാലും ജനങ്ങൾ ഇവരെ ചെവി കൊള്ളില്ല എന്നുറപ്പാണ്. പണം തട്ടിപ്പിനും ആഡംബര ജീവിതത്തിനുമായി വിദ്യാർത്ഥികളുടെ സമരങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ കോമാളി സംഘത്തിന്റെ അന്ത്യം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്നതിൽ സംശയമില്ല. ഡൽഹിയിലെ തെരുവുകളിൽ ഇനി എത്ര കരഞ്ഞു കലങ്ങിയ മുഖവുമായി ഇവർ വണ്ടി കയറിയാലും ജനം ഇവർക്ക് പുല്ലുവില പോലും നൽകില്ല. അത്തരം വ്യാജ രാഷ്ട്രീയക്കാരുടെ പൊള്ളയായ അവകാശവാദങ്ങളെല്ലാം കാലം കണക്ക് തീർക്കുമെന്നുറപ്പാണ്. രാജ്യത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ നടക്കുന്ന ഇത്തരം ശക്തികളെ ജനം ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യാജ വിപ്ലവത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് അലഞ്ഞു തിരിയുന്ന ഈ സംഘത്തിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഓരോന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇവരുടെ രാഷ്ട്രീയ തട്ടിപ്പുകൾക്കെതിരെ ജനം കൂടുതൽ ശക്തമായി പ്രതികരിക്കും. രാഷ്ട്രീയ രംഗത്ത് നിലനിൽപ്പ് അവശേഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവർ നടത്തുന്ന ഇത്തരം വിലകെട്ട നാടകങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചിരിയാണ് ഉണ്ടാക്കുന്നത്. നാളുകൾ കഴിയുന്തോറും ഇവരുടെ യഥാർത്ഥ മുഖം കൂടുതൽ വ്യക്തമായി പുറത്തു വരുന്നു. അതിനാൽ തന്നെ വരും കാലങ്ങളിൽ ഇവരുടെ ഒരു തട്ടിപ്പും ഈ നാട്ടിൽ വില പോവില്ലെന്ന് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സമൂഹത്തെ കബളിപ്പിച്ച് മുന്നോട്ടു പോകാമെന്ന് കരുതുന്ന ഈ കൂട്ടായ്മയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഓരോ ദിവസവും കാത്തിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്ന ഇവരുടെ കൊള്ളരുതായ്മകൾ സാധാരണക്കാരായ ജനങ്ങളിൽ പോലും വലിയ തോതിൽ രോഷമുണ്ടാക്കിയിട്ടുണ്ട്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ മുൻനിർത്തി സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നോക്കുന്ന ഇത്തരം തട്ടിപ്പുകാരുടെ യഥാർത്ഥ സ്വഭാവം വൈകാതെ തന്നെ പൂർണ്ണമായും പുറത്തുവരും. അന്ന് ഈ നാട്ടിലിവർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുമെന്നത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വില കുറഞ്ഞ നാടകങ്ങളും കാപട്യങ്ങളും അവസാനിപ്പിച്ച് മാന്യമായി ജീവിക്കാൻ നോക്കുന്നതാണ് ഈ കോമാളികൾക്ക് എക്കാലത്തും എപ്പോഴും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.